إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരൻ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ നിമിഷവും അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, മറന്നു പോകുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ കഴിഞ്ഞുപോയ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ സങ്കടപ്പെടുത്തുന്ന ചില കാഴ്ചകളും മരണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ മനസ്സുകൊണ്ട് തീരുമാനിക്കാറുണ്ട്, ഒന്ന് നന്നാവണം, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ദുരാചാരത്തിൽ നിന്നും എനിക്കൊന്ന് മാറണം, നന്നാകണം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത എല്ലാ കാര്യത്തിൽ നിന്നും എനിക്കൊന്ന് മാറണമെന്ന് മനസ്സുകൊണ്ട് എല്ലാവരും സ്വപ്നം കാണുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷെ എങ്ങനെയാണ് മാറുക? മാറണം എന്ന ഒരു ചിന്ത ഉണ്ടെന്നല്ലാതെ എങ്ങനെയാണ് റബ്ബേ ഞങ്ങൾ മാറുക? മാറാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ, പറ്റുന്നില്ലല്ലോ എന്ന സങ്കടമാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്, മാറണം, എനിക്ക് നന്നാകണമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ,
അങ്ങനെ നന്നാകണമെന്ന് ചിന്തിച്ച് ആഗ്രഹിച്ച ഒരു ജനതയെ നന്നാക്കി മാറ്റിയെടുത്ത ഒരു ചരിത്രമുണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. കള്ളു പിടിച്ച്, പെണ്ണ് പിടിച്ച്, മറ്റുള്ളവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ച്, നിസ്സാരമായ വഴിതർക്കത്തിന്റെ പേരിൽ പരസ്പരം യുദ്ധം ചെയ്യുകയും നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയും ആ കൊന്ന ആളുകളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ എടുത്തുകൊണ്ട് തൂക്കിയിട്ട ഒരു കാലഘട്ടം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അന്ന് മക്കയിൽ ജീവിക്കുന്ന ആ ജനതയെ ഓരോ വീട്ടിലും വ്യഭിചാരശാലകളുണ്ടായിരുന്നു. ഓരോ വീട്ടിലും കള്ളിന്റെ വലിയ കോപ്പകൾ ഉണ്ടായിരുന്നു. സ്വന്തം പെൺകുട്ടികളെ പോലും അവരുടേതായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. സ്വന്തം ഉമ്മാക്ക് പോലും ഗർഭമുണ്ടാക്കിയിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നാക്കിയെടുത്തത് എങ്ങനെയാണ്? ഓരോരുത്തരുടെയും മനസ്സിൽ, അവരുടെ മനസ്സിൽ സ്വപ്നം കാണാനുള്ള മനസ്സാക്കി കൊടുത്തു. എന്ത് സ്വപ്നം കാണാൻ? ഈ ദുനിയാവിൽ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കണം, ഒരുപാട് പണം സമ്പാദിക്കണം, നാട്ടുകാർക്കിടയിൽ മാന്യനായി നല്ല അറിയപ്പെടുന്ന ആളാകണം എന്ന സ്വപ്നമല്ല. ഈ ലോകത്തിന്റെ ശേഷം കാത്തിരിക്കുന്ന ലോകം റബ്ബ് സുബ്ഹാനഹു വ തആല സമ്മാനിച്ച ആ സ്വർഗത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് നിരന്തരമായി ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ പിന്നീട് ഓരോരുത്തരും സ്വപ്നം കണ്ടത് ആ സ്വർഗത്തിന് വേണ്ടി മാത്രമാണ്. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ മലർത്തിക്കിടത്തി തന്റെ ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ വെക്കുമ്പോഴും ആ വേദന സഹിച്ചത് ആ സ്വർഗത്തിന്റെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. വെള്ളത്തിൽ മുക്കി അവരെ കൊന്നുകളയുമ്പോഴും അവർ സ്വപ്നം കണ്ടത് ആ സ്വർഗത്തെ കുറിച്ചായിരുന്നു. തന്റെ രക്തത്തിൽ പിറന്ന മക്കളെ തന്റെ മുമ്പിൽ വെച്ച് തിളക്കുന്ന എണ്ണയിൽ കത്തിച്ചു കളയുമ്പോഴും ആ സ്വഹാബാക്കൾ കണ്ടത് സ്വർഗമെന്ന സ്വപ്നമാണ്. പക്ഷേ നമ്മളിൽ പലരും ഈ നിസ്സാരമായ ദുനിയാവിന്റെ കാര്യത്തിലായിപ്പോയി സ്വപ്നം കാണുന്നത് എന്ന് മാത്രം. ഒരുപാട് പണങ്ങൾ ഉണ്ടാക്കണം, നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളാകണം, സമ്പത്തുണ്ടാകണം എന്ന സ്വപ്നമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മളിൽ പലരും കാണാൻ മടിയാണിക്കുന്ന, മറന്നുപോകുന്ന സ്വപ്നമുണ്ട്. ആ സ്വർഗമെന്ന സ്വപ്നം, അല്ലാഹുവിന്റെ ആ സ്വർഗത്തിലേക്കുള്ള യാത്ര, അതാണ് നമ്മൾ കാണേണ്ട സ്വപ്നങ്ങൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ അത് നമ്മൾ മറന്നു കളയുന്നു. ഒരു നിമിഷം പോലും അതിനെ ചിന്തിക്കാനുള്ള സമയം പോലും നമ്മൾ എടുക്കുന്നില്ല. എന്നാൽ സ്വഹാബാക്കൾ അവർ സ്വപ്നം കണ്ടത് ആ സ്വർഗത്തെയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നുണ്ട്, മഹാനായ ഹൈസം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. ആ ദാമ്പതിക ജീവിതം അവർ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി. അദ്ദേഹത്തിന് ഗർഭിണി പ്രസവിക്കുന്ന സമയത്ത് ആ ഉമ്മ മരണപ്പെട്ടു പോയി. തന്റെ മകന് ഹൈസം റളിയല്ലാഹു അൻഹു സഈദ് എന്ന് പേര് നൽകുകയും പൊന്നുപോലെ ആ മകന് നല്ല രീതിയിൽ ഇസ്ലാമികമായി എല്ലാ ഉപദേശങ്ങളും നൽകിക്കൊണ്ട് വളർത്തിയെടുത്തു ആ മകനെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ കാണാം, ആ സ്വഹാബിയെ കുറിച്ച് പറയുന്നുണ്ട്, വാപ്പയാര് മകനാരെന്ന വ്യത്യാസമില്ലാതെ സൗഹൃദത്തോടെ സ്നേഹത്തോടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എല്ലാ രാവിലെ സുബഹി നിസ്കരിക്കാൻ ഒരുമിച്ച് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ലാസുകൾ കേൾക്കാൻ രണ്ടാളും ഒരുമിച്ച് വരികയുണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ച ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സ്വഹാബാക്കൾ ഒരിക്കൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. 2 വാളുകൾ തമ്മിൽ സ്പർശിക്കുന്ന ശബ്ദം. അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഹൈസം റളിയല്ലാഹു അൻഹു സഈദ് എന്ന മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ സഈദേ, നീ പുറത്തുപോയി മദീനയിലെ തെരുവിലേക്ക് പോയി നീ അന്വേഷിക്കണം. ആരാണത്, എന്താണ് സംഭവം, പ്രവാചകനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് നീ അന്വേഷിച്ച് എനിക്ക് വിവരം അറിയിക്കണമെന്ന് മകനെ പുറത്തേക്ക് വിടുകയാണ്. ആ സമയത്ത് മകൻ ഉടൻ തന്നെ വാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, വാപ്പ, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച വാളെവിടെ, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ വാളെവിടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയുണ്ട്. ആ വാളെടുത്ത് തന്റെ അരയിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുന്ന മകനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല മോനെ, ഞാൻ നിന്നെ എന്തിനാണ് അയച്ചത്?
ഞാൻ നിന്നെ പുറത്തേക്ക് ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി അയച്ചല്ലോ, നീ അന്വേഷിച്ചോ, എന്താണ് ആ കാര്യം, എന്തിനാണ് ഈ വാള് പിടിച്ച് നീ പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ മകൻ വാപ്പയോട് പറയുന്നുണ്ട്, ഉപ്പ, അത് പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടി വന്ന പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുകളല്ല. പക്ഷേ പ്രവാചകൻ വിളംബരം ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ്? യുദ്ധം ചെയ്യാൻ വേണ്ടി. യുദ്ധത്തിന് എല്ലാ യുവാക്കളും നാട്ടിൽ നിന്ന് വരണമെന്ന് വിളംബരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിന് പോകാനുള്ള എനിക്ക് അനുവാദം നൽകണമെന്ന് ബാപ്പയോട് ചോദിക്കുമ്പോൾ ആ ബാപ്പ മകന് നൽകുന്ന മറുപടിയുണ്ട്. മകനോട് ചോദിക്കുന്ന കാര്യമുണ്ട്, മോനെ, നീ ആ യുദ്ധത്തിൽ പിതാക്കന്മാർക്കും, അതായത് വയസ്സായ ആളുകൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടോ എന്ന് നീ അന്വേഷിച്ചോ, ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് ആ ബാപ്പ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ മകനെ, നിന്റെ അവസരം, നിനക്ക് കിട്ടിയ ആ അവസരമുണ്ടല്ലോ, ഞാൻ ഉപയോഗപ്പെടുത്താം. കാരണം എനിക്ക് വയസ്സായി, എനിക്ക് എന്നെ മരിക്കാനായി, അതുകൊണ്ട് ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ, എനിക്ക് അവസരം നൽകുമോ? നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന് ആ മകനോട് പറയുമ്പോൾ മകൻ വാപ്പക്ക് തിരിച്ചു മറുപടി നൽകുന്ന ചില വാക്കുകളുണ്ട്. വാപ്പ, നിങ്ങൾ എന്നെ വളർത്തി, നിങ്ങൾ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയെടുത്തു. എനിക്ക് ജീവിതത്തിലെ രാവും പകലുമില്ലാതെ ഒരുപാട് ഉപദേശങ്ങൾ നൽകി. പക്ഷേ ആ ഉപദേശങ്ങളൊക്കെ നൽകുമ്പോൾ നിങ്ങളുടെ ആ ഉപദേശത്തിന്റെ അടുത്ത് ഞാൻ കേട്ട ഒരു സ്വർഗത്തിന്റെ സുഖങ്ങളുണ്ട്. ആ സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്, ആ സ്വർഗത്തിലേക്ക് പോകണമെന്ന്. അതുകൊണ്ട് വാപ്പ, ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്, ഇതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് ആ മകൻ അനുവാദം ചോദിച്ച് യുദ്ധത്തിലേക്ക് പോവുകയാണ്. ആ മകൻ മരിച്ച വിവരം വാപ്പ അറിഞ്ഞപ്പോൾ വാപ്പന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ ഇറങ്ങിയിട്ടില്ല. വാപ്പ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ മകന് പോയ സ്വർഗത്തിലേക്ക് എനിക്ക് പോകണമെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള അവസരം എനിക്ക് നൽകണമെന്ന് അല്ലാഹുവിനോട് ആ സ്വഹാബി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇല്ലാ മൻ അതാ അല്ലാഹ ബിഖൽബി സലീം, ഇല്ലാ മൻ അതാ അല്ലാഹ ബിഖൽബി സലീം. അല്ലാഹു പറയുകയാണ്, ആർക്കാണ് സ്വർഗമുള്ളത്? കേവലം നമ്മൾ നിസ്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നെറ്റിത്തരത്തിൽ അടയാളമുള്ളത് കൊണ്ട് മാത്രം പോരാ. കുറ്റമറ്റ മനസ്സുമായി ഹൃദയത്തിൽ ഒരു തിന്മയുമില്ലാത്ത ആളുകൾക്ക് ഒരുക്കി വെച്ചതാണ് ആ സ്വർഗലോകം. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, എന്താണ് ആ ഹൃദയത്തിന്റെ ലക്ഷണം, എന്താണ് ആ ഹൃദയത്തിന്റെ ലക്ഷണം. ഒരാളോടും പിണങ്ങിയിട്ടുണ്ടാവുകയില്ല. ആ ഹൃദയമെന്നാൽ വളരെ പരിശുദ്ധമായിരിക്കും. ഒരാളോട് പിണങ്ങിയതിന്റെ പേരിലോ അല്ലെങ്കിൽ കണ്ടതിന്റെ കാഴ്ചകൾ കണ്ടതിന്റെ പേരിലോ ആ ഹൃദയം സങ്കടപ്പെടുകയില്ല. ഏത് സമയത്തായാലും, വെളിച്ചമുള്ളതായാലും വെളിച്ചമില്ലാത്ത സമയത്തായാലും, ഇരുട്ടുള്ള റൂമിലായാലും വെളിച്ചമുള്ള റൂമിലായാലും, പരസ്യമായാലും രഹസ്യമായാലും ആ മനസ്സ്, ആ ഹൃദയം സമാധാനത്തോടെ ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു വിശ്വാസിന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ, അതായത് ഒരു വിശ്വാസിയുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഐശ്വര്യം വിട്ടുകൊടുക്കും, സമാധാനം വിട്ടുകൊടുക്കും. അവന്റെ ഹൃദയത്തിലേക്ക് എന്ത് കിട്ടിയാലും അവന് സമാധാനം ഉണ്ടാകും. പിന്നെ കിട്ടുന്നതിൽ ഒന്നും തൃപ്തി കുറവ് ഉണ്ടാവുകയില്ല. അവന്റെ ചിന്തകൾ കൈവിട്ടു പോവുകയില്ല, അവന്റെ നോട്ടങ്ങൾ കൈവിട്ടു പോവുകയില്ല. അതവൻ വീട് ഒരു ചട്ട കിട്ടിയതാണെങ്കിലും ആ വീട്ടിൻ്റെ അടുത്ത് അവന് സമാധാനം ഉണ്ടായിരിക്കും. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും അവൻ സന്തോഷത്തോടെ അന്തസ്സോടെ ഇരിക്കും. അവൻ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അവനൊരു സമാധാനം ഉണ്ടാകും. കാരണം അല്ലാഹു അവന്റെ മനസ്സിൽ, ഹൃദയത്തിൽ ആ സമാധാനത്തിന്റെ, ഐശ്വര്യത്തിൽ സമാധാനം ഇട്ടുകൊടുത്തതിന്റെ അടയാളമാണ്. അത് കുറഞ്ഞതാണെങ്കിലും. എന്നാൽ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരുത്തന്റെ ചിന്ത അല്ലെങ്കിൽ അവന്റെ മനസ്സ് സ്വപ്നം ദുനിയാവിലാണെങ്കിലോ ഇഹലോകത്തിന്റെ സ്വപ്നമാണ് അവന്റെ ഹൃദയത്തിൽ ഉള്ളതെങ്കിൽ അവനെ കുറിച്ച് പറയുകയാണ്, അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ സമാധാനത്തെ, ഐശ്വര്യത്തെ അല്ലാഹു എടുത്തു കളയുമെന്ന്. ഐശ്വര്യം, സമാധാനം എടുത്തു കളയുന്നതിന്റെ ലക്ഷണം എന്താ? ഒന്നാമത്തെ ലക്ഷണം, അവന് കിട്ടുന്നതിലൊന്നും തൃപ്തി ഉണ്ടാവുകയില്ല, സമാധാനം ഉണ്ടാവുകയില്ല. അല്ലാഹു പണം കൊടുക്കും, പക്ഷെ ആ പണം കൊണ്ട് അവന് ഒരു സമാധാനം ഉണ്ടാവുകയില്ല. അല്ലാഹു അവന് കുട്ടികൾ കൊടുക്കും, പക്ഷേ ആ കുട്ടികൾ നേർവഴിയിലേക്ക് വരികയില്ല. അല്ലാഹു അവന് വീട് കൊടുക്കും, പക്ഷേ ആ വീട്ടിൽ അവന് സമാധാനം ഉണ്ടാവുകയില്ല. എന്തെങ്കിലും കിട്ടുമ്പോൾ ഇനി അടുത്തത്
മരിക്കണമെന്ന ചിന്തയായിരിക്കും അവന്റെ മനസ്സിലുണ്ടാകുന്നത്. കാരണം അവന് കണ്ട സ്വപ്നം ഈ ലോകത്ത് ജീവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളെയാണ്. അതുകൊണ്ട് അള്ളാഹു അവന്റെ ഹൃദയത്തിന് സമാധാനം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ നന്നാക്കണം. കാരണം ആ ഹൃദയത്തെയാണ് അള്ളാഹു പരിഗണിക്കുക. മനസ്സിന്റെ ഉള്ളിൽ ആരും അറിയാതെ ചിന്തിച്ചതുപോലും അള്ളാഹുവിന്റെ വിചാരണക്ക് കോടതിയിലേക്ക് കൊണ്ടുവരും. അല്ലെ, നമ്മളൊന്നും പുറമെ കാണിച്ചിട്ടുണ്ടാകില്ല. ഉള്ളിൽ നടന്നാൽ മതി, മനസ്സിന്റെ ഉള്ളിൽ ചിന്തിച്ചാൽ മതി. നോക്ക് നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഒരിക്കൽ മദീന പള്ളിയിലേക്ക് നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ല. പക്ഷെ ആ ശബ്ദം കേട്ടപ്പോൾ നബി ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്താണ് ആ സംസാരം? അവിടെയുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ആ ദീനിയായ കാര്യം പറഞ്ഞു തരണം, ഞാനും ആ കൂട്ടത്തിൽ എന്നെ നിങ്ങൾ ചേർത്തു എന്ന് ഉറക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ എവിടെയോ ചിന്തകൾ വരുകയാണ്. അബ്ദുല്ലാഹി എന്തായാലും മുസ്ലിമായതാണ്, പക്ഷേ ഈ പ്രമാണിമാരായ എൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾ മുസ്ലിമായിട്ടില്ല. അവർക്ക് പ്രാധാന്യം നൽകി ആ ഒരു ചിന്ത മനസ്സിൽ വന്നുപോയി. പക്ഷേ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അറിയൂല ഈ പ്രവാചകൻ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച കാര്യം ഒന്നും അബ്ദുല്ലാഹിനെ അറിയൂല. കാരണം അബ്ദുല്ലാഹി കണ്ണ് കാണുന്നില്ല. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നേരെ മദീന പള്ളിയിലേക്ക് പോവുകയാണ്. ആ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണ്. ആ സമയത്ത് അതാ മണിക്കൂറുകൾക്കിടയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട് പ്രവാചകന് ഗുണകാംക്ഷ നൽകാൻ. എന്ത് ഗുണകാംക്ഷയാണ്, എന്ത് സന്ദേശമാണ് നൽകാൻ വരുന്നത്? അത് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, നിങ്ങൾ അത് ചെയ്ത് ശരിയായിട്ടില്ലല്ലോ. നിങ്ങൾ അടുത്തേക്ക് ഒരു അന്ധനായ സ്വഹാബി നിങ്ങളടുത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു, അത് ചെയ്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഖം തിരിച്ചത് അബ്ദുല്ലാഹി അറിഞ്ഞിട്ടില്ല. അള്ളാഹു വാനലോകത്ത് നിന്ന് അള്ളാഹു പറഞ്ഞു. അല്ലെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഈ ആയത്തിന്റെ നിർവചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടന്നാൽ മതി. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടന്നാൽ മതി. അള്ളാഹു അത് ചോദ്യം ചെയ്യപ്പെടും. അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും നോട്ടം കൊണ്ടായാലും നമ്മുടെ പെരുമാറ്റം കൊണ്ടായാലും അള്ളാഹു അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ നന്നാക്കണമെന്ന്. അല്ലെ, അങ്ങനെ റബ്ബ് ഇഷ്ടപ്പെടുന്ന ഹൃദയത്തിന്റെ ഉടമയാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം. ഒന്നാമത്തെ എന്താ? അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഏത് കാര്യമാവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാം അള്ളാഹ് തരുമെന്ന് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇത് എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണെന്ന്. അത് ദാരിദ്ര്യമായാലും കഷ്ടപ്പാടായാലും രോഗമായാലും ആരോഗ്യമായാലും ഇത് എന്റെ റബ്ബ് നൽകുമെന്ന് മനസ്സമാധാനത്തോടെ സ്വീകരിക്കണം. കാരണം ഇങ്ങനെയുള്ളവർ ചിന്തിക്കുക, ഇതെന്റെ പടച്ചറപ്പിന്റെ ബർക്കത്താണ്, അള്ളാഹു എനിക്ക് നൽകിയ പരീക്ഷണമാണ് എന്ന ചിന്ത വരുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഭക്ഷണമില്ലാതെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ രാത്രി നടക്കുന്ന സമയത്ത് തന്റെ വയറ്റിലേക്ക് പാറക്കല്ല് വെച്ച് നടക്കുന്ന സമയത്ത് ഏതോ ഒരു സ്വഹാബി കൊടുത്ത ഈത്തപ്പഴം, ആ ഈത്തപ്പഴം കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതിന് ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന്. സമാധാനമാണത്. എന്ത് കിട്ടിയാലും അത് ചെറുതായാലും വലുതായാലും. ഒരു താപിയായ മനുഷ്യൻ കാടരകിലൂടെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വൃദ്ധനായ കയ്യും കാലും ഇല്ലാത്ത ഒരു സ്വഹാബിയെ, ഒരു മനുഷ്യനെ കാണുകയാണ്. ആ സമയത്ത് അദ്ദേഹം തന്റെ നാവിലൂടെ ദിക്റുകൾ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് പറയുന്ന സമയത്ത് ഈ താബിയായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഞാൻ നടക്കുന്നത് പോലെ നടക്കാനുള്ള കൈകളില്ല, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള നിങ്ങൾക്ക്
നടക്കാനുള്ള കാലുകളില്ല, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള കൈകളില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അധ്വാനിക്കണം ചോദിക്കുമ്പോൾ ആ സമയത്ത് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് 3 അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എനിക്ക് 3 അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഏതാണ് ആ അനുഗ്രഹങ്ങൾ? ആരാ പറയുന്നത്? കയ്യും കാലും ഇല്ലാത്ത മനുഷ്യരെ അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? എനിക്ക് നിങ്ങളെ കാണാനുള്ള കാഴ്ച ശക്തി നൽകി, നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള കേൾവി ശക്തി നൽകി, നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കി നിങ്ങൾക്ക് മറുപടി പറയാനുള്ള സംസാരശേഷി എനിക്ക് നൽകിയല്ല. ഈ അനുഗ്രഹത്തിന് നന്ദിയുള്ളവനാകണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സഹോദരങ്ങളെ, നമുക്ക് എന്ത് കുറവായാലും എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും, അത് അവയവങ്ങളായാലും സൗന്ദര്യങ്ങളായാലും പണമായാലും എന്തായാലും, ഇത് എൻ്റെ റബ്ബ് തരുന്നത് റബ്ബിൻ്റെതാണെന്ന ഒരു മനസ്സ്, ഒരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ലക്ഷണം, ദീനിന്റെ കാര്യത്തിൽ ആ മനസ്സൊരു ജാഗ്രത ഉണ്ടാകണം. അത് ഏത് വിഷയത്തിലായാലും, ദീനിയായ കാര്യങ്ങളാണോ മനസ്സിലൊരു പേടി ഉണ്ടായിരിക്കണം. അത് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴായാലും ഒന്നെടുക്കുന്ന സമയത്തായാലും ദീനിയായ കാര്യമാണെങ്കിൽ മനസ്സിലൊരു പേടി, ജാഗ്രത ഉണ്ടായിരിക്കണം. പൈപ്പ് തുറക്കുമ്പോൾ, ഒന്നെടുക്കുമ്പോൾ, 3 തവണ തല തടവുമ്പോൾ, അതുപോലെ 3 തവണ കഴുകുമ്പോൾ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, ഡ്രസ്സ് ധരിക്കുമ്പോൾ, ഫോൺ എടുക്കുമ്പോൾ, ഏത് ദീനിയായ കാര്യമാണോ അതിലൊരു പേടി, ഇതെല്ലാം അല്ലാഹു സ്വീകരിക്കണമെന്ന ഒരു ജാഗ്രത നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണം. അത് ദുനിയാവിന്റെ വിഷയത്തിലായാലും പരലോകത്തിന്റെ വിഷയത്തിലായാലും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട്ടിൽ സഹിക്കാൻ പറ്റാതെ, ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഗുഹയിൽ വെച്ച് താമസിക്കുന്ന, അഭയം തേടുന്ന ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുകയാണ് ശത്രുവിന്റെ കാലടയാളം. തന്റെ ആ ഗുഹയുടെ അടുത്ത് വന്ന് രക്ഷ നടത്തുന്ന ശത്രുക്കളുടെ കാലടയാളം കാണുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സങ്കടത്തോടെ, നബിയെ, ഈ ശത്രുക്കളെങ്ങാനും നമ്മളെ കണ്ടുപോയാൽ നിങ്ങൾ അവർ കൊന്നുകളയും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലാ തഹ്സൻ യാ അബൂബക്കർ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, കരയല്ലേ, സങ്കടപ്പെടല്ലേ, നമ്മുടെ കൂടെ അല്ലാഹുണ്ട്. ആ സമാധാനം എടുക്ക്, നമ്മുടെ കൂടെ മൂന്നാമനായി അല്ലാഹുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ, ഹൃദയത്തിന്റെ നന്മ, ഹൃദയത്തിന്റെ സമാധാനം. എന്ത് നഷ്ടപ്പെട്ടാലും എന്റെ പടച്ചറഫ് എനിക്കുണ്ടെന്ന ഒരു തൃപ്തി, ഒരു സമാധാനം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും സമാധാനം ഉണ്ടായിരിക്കും. എന്റെ വാക്കുകൊണ്ട് ഇതുവരെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, എന്റെ കണ്ണുകൊണ്ട് വേണ്ടാത്തത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ കൈകൾ കൊണ്ട് വേണ്ടാത്തൊരു പ്രവർത്തനം ഞാൻ ചെയ്തിട്ടില്ല എന്ന ഒരു മനസ്സമാധാനം, അല്ലെങ്കിൽ എന്നൊരു വിശ്വാസം നമുക്കുണ്ടോ? നമ്മളാണ് വിശ്വാസികൾ, നമ്മളാണ് യഥാർത്ഥ വിശ്വാസികൾ. ആ വിശ്വാസം നമുക്കില്ലേ? നമ്മുടെ പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിന്റെ വാക്കുകളിലോ എവിടെയോ കഴിച്ചു പോയിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മുൻഗാമികളുടെ ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ കവിതയിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ആവശ്യങ്ങളുടെ കുപ്പായം ധരിച്ചു. അതായത് ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ ആവശ്യങ്ങളുടെ വസ്ത്രം ഞാൻ ധരിച്ചു. അന്ന് തൊട്ട് എൻ്റെ മനസ്സമാധാനം ഇല്ലാതായി പോയി. എനിക്കെല്ലാം മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയി. വീടുണ്ടാക്കണമെന്ന് തോന്നി, എങ്ങനെയൊക്കെ വീടുണ്ടാക്കി. അല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വാഹനം വാങ്ങാൻ തോന്നി, അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങി പലിശയ്ക്ക് ഒരു വാഹനം വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം 10 സെന്റ് സ്ഥലം വാങ്ങണമെന്ന് തോന്നി. അങ്ങനെ അതിന്റെ പിന്നാലെയായി പിന്നീട് യാത്ര. ഒരു മനസ്സമാധാനം പോലും എനിക്കുണ്ടായിട്ടില്ല, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഇതുകൊണ്ട് ഒരു സമാധാനമില്ല, ഇതുകൊണ്ട് എനിക്കൊരു സമാധാനമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ആ ധരിച്ച വസ്ത്രം ഞാൻ അയച്ചു മാറ്റി. അവസാനം ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിയുടെ വസ്ത്രം, അള്ളാഹുവിന്റെ പരലോകത്ത് ആ വസ്ത്രം ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് അണിഞ്ഞു. അന്ന് തൊട്ട് എനിക്ക് സമാധാനം കിട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് അള്ളാഹു എനിക്ക് വർഷമാണ് തന്നത്, ഞാൻ സബൂറാക്കി. അള്ളാഹു എനിക്ക് തന്നിട്ടില്ലേ, ഞാൻ സമാധാനപ്പെടുന്ന ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ഈ മാർഗം മനസ്സമാധാനത്തിന്റെ മാർഗമാണ്. അള്ളാഹുവിനെ സ്വർഗം സ്വപ്നം കണ്ടിട്ടുള്ള ജീവിതം അത് മനസ്സമാധാനത്തിന്റെ മാർഗമാണ്. അതല്ലാതെ ഈ ലോകത്ത് ഒരുപാട് നേടി, ഒരുപാട് ഉണ്ടാക്കി നാളെ പരലോകത്തെ കൊണ്ടുപോകണമെന്ന വിചാരം നമുക്ക് വേണ്ട. കാരണം ഒരു പിടി മണ്ണ് പോലെ നമ്മൾ കൊണ്ടുപോവുകയില്ല.
അല്ലേ? നമുക്കറിയാം ഈ ലോകത്ത് നമ്മളൊരു വീടുണ്ടാക്കാൻ എത്ര വർഷങ്ങളെടുക്കും, എത്ര അധ്വാനങ്ങൾ ഉണ്ടായിരിക്കും ആ വീട്ടിലൊന്ന് താമസിക്കാൻ. പക്ഷേ നമ്മുടെ യഥാർത്ഥ സമാധാനത്തിന്റെ ജീവിതം ആ ഖിയാമത്ത് നാൾ വരെ താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീടുണ്ടാക്കാൻ 1 മണിക്കൂർ മതി. ആരെങ്കിലും നാട്ടിൽ മരിച്ചാൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ആ ഖബർ അവർ എടുത്തു തരും. അതാണ് ഈ ഖിയാമത്ത് നാൾ വരെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു വീട്. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആ സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക് സ്വപ്നം കാണേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹൃദയം നന്മയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ട് നമ്മുടെ എല്ലാം സ്വപ്നം സ്വർഗമാകണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പള്ളിയിൽ വെച്ച് ജുമാക്ക് വന്ന് ഖുതുബ കേൾക്കുമ്പോൾ മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ പോരാ. അല്ലെങ്കിൽ 5 നേരം പള്ളിയിലേക്ക് വന്ന് നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ചോദിച്ചാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും, ഓരോ ദിവസങ്ങളിലും, ഓരോ സെക്കൻഡുകളിലും ആ ഒരു സ്വപ്നം, ആ സ്വർഗം എന്ന സ്വപ്നം നമ്മൾ കാണേണ്ടതുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, ദുനിയാവിലെ ഓരോ ദിവസവും നമ്മളോട് സംസാരിക്കുമത്രേ. ഓരോ പ്രഭാതം ആകുമ്പോഴും നമ്മളോട് ദുനിയാവും സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മൾ കേൾക്കാത്ത സംസാരം, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സംസാരം എന്താണ്? ഇന്നി യൗമുൻ ജദീദ്, ഞാൻ ഇതാ ഒരു പുതിയൊരു ദിവസമാണ്. പ്രഭാതമാകുമ്പോൾ ഓരോ ദിവസം പറയും, ഞാൻ ഒരു പുതിയൊരു ദിവസമാണ്, അതുകൊണ്ട് ഈ ദിവസത്തെ നീ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്ന് നമ്മളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണേണ്ട സ്വപ്നങ്ങളും നമ്മൾ സന്തോഷിക്കേണ്ടത് ആ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുമെന്നാണ്. അവസാനിപ്പിക്കുകയാണ്. അവസാനമായി 2 സ്വഹാബാക്കൾ അവർ കണ്ട സ്വപ്നങ്ങൾ, അവർ കണ്ട യാഥാർത്ഥ്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് യുദ്ധം ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള രാത്രി 2 സ്വഹാബാക്കൾ സംസാരിക്കുകയാണ്. നാളെ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട്, എന്തായാലും എന്തെങ്കിലും സംഭവിക്കും, പ്രാർത്ഥന കേൾക്കുന്ന ആ പടച്ച റബ്ബിനോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന ഒരു ചിന്തയാണ് അവർക്ക്. രാത്രി നിന്നുകൊണ്ട് സ്വപ്നം കാണുകയാണ്, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണമൊക്കെ. അവർ ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ നാളെ യുദ്ധം നടക്കുന്നുണ്ട്, ഇസ്ലാമിക ആ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ അടുത്തേക്ക് വരണം, എന്നിട്ട് എന്നെ വധിക്കണം, എന്നെ കൊന്നുകളയണം. നാളെ പരലോകത്ത് ഞാൻ എന്നെ അവനെ വധിക്കാനുള്ള ശക്തി എനിക്ക് നീ നൽകണം, അവനെ കൊന്നുകളയാനുള്ള ശക്തി നീ എനിക്ക് നൽകണം എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. രണ്ടാമതായി ഒരാൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നാളെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വൈരി, ഏറ്റവും വലിയ ശത്രു എൻ്റെ അടുത്തേക്ക് വരണം, എൻ്റെ വാളുകൊണ്ട് അവന്റെ വാളുകൊണ്ട് എൻ്റെ കണ്ണുകൾ അവനെ എടുക്കണം, കണ്ണുകൾ പറിച്ചു മാറ്റണം. എൻ്റെ നാളെ പരലോകത്ത് കണ്ണില്ലാതെ നിന്റെ അടുത്ത് വരുമ്പോൾ നീ എന്ന് ചോദിക്കണം, നിനക്ക് ഞാൻ കണ്ണ് നൽകി, എവിടെ പോയി? അപ്പോൾ എനിക്ക് പറയണം, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്ത് എനിക്ക് പറയണം, എൻ്റെ കൈകൾ മുറിച്ചു മാറ്റണം. എന്നിട്ട് പരലോകത്ത് കൈകളില്ലാതെ നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ എന്നോട് ചോദിക്കണം, നിന്റെ കൈകൾ എവിടെ? നിനക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്ത് പറയണം. എൻ്റെ കാലുകൾ, എൻ്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും മുറിച്ചു മാറ്റണം. എന്നിട്ട് എന്നോട് ചോദിക്കണം, നിങ്ങൾ അല്ലാഹു നീ ചോദിക്കണം, നിന്റെ കൈകൾ, നിന്റെ അവയവങ്ങളൊക്കെ എവിടെ പോയി? എനിക്ക് പറയണം, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഞാൻ ദാനം ചെയ്ത് എനിക്ക് പറയണം. അതാണ് സ്വഹാബാക്കൾ. അവർക്കറിയാം നഷ്ടപ്പെട്ടു പോകും, പക്ഷെ അവർ സ്വപ്നം കാണുന്നത് ആ സ്വർഗത്തിലുള്ള ചോദ്യങ്ങളും സ്വർഗത്തിലുള്ള ആ വിചാരങ്ങളും അവിടുത്തുള്ള സുഖങ്ങളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടതും അത് തന്നെയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകല തെറ്റുകളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അല്ലാഹുവേ ഈ നൽകിയ ഹിദായത്ത് മരിക്കുന്നത് വരെ
ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള തൗഫീഖും ശക്തിയും നീ നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلبي على دينك.